പോകുന്നത് 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. മികച്ച നടനായി മമ്മൂട്ടിയോ ആസിഫ് അലിയോ എന്ന ആകാംക്ഷയിലാണ് സിനിമ ആരാധകർ. തൃശൂരിൽ വെച്ച് അവാർഡുകൾ പ്രഖ്യാപിക്കും. മികച്ച നടിക്കും മികച്ച സംവിധായകനും മത്സരം കടുക്കും. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കും. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയോ അതോ ആസിഫിന്റെ അജയചന്ദ്രനോ? ആരാകും മികച്ച നടൻ? തെന്നിന്ത്യൻ താരം പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ തീരുമാനമെന്ത്? അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് ജൂറിയുടെ പ്രഖ്യാപനത്തിൽ തെളിയുമോ എന്നത് കാത്തിരുന്ന് കാണാം. കിഷ്കിന്ധാകാണ്ഡത്തിലെ അപ്പുപിള്ള എന്ന കഥാപാത്രത്തിലൂടെ വിജയരാഘവൻ, മലൈക്കോട്ടെ വാലിബനിലൂടെ മോഹൻലാൽ, അജയന്റെ 2ാം മോഷണത്തിലൂടെ ടോവിനോ, ഇവരെല്ലാം മത്സരരംഗത്തുണ്ട്. മികച്ച നടിക്കായി കനത്ത പോരാട്ടമാണ്. രേഖാചിത്രം എന്ന സിനിമയിലൂടെ അനശ്വര രാജനും സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയ നസീമും മത്സരത്തിനുണ്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ ദിവ്യപ്രഭയും കനി കുസൃതിയും മത്സരരംഗത്തെ ശക്തമായ സാന്നിധ്യമാവുന്നു. മികച്ച സംവിധായകർക്കും നീണ്ട പട്ടികയാണ്. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം മത്സരത്തിൽ മുന്നിലാണ്. ഭ്രമയുഗം നൽകിയ രാഹുൽ സദാശിവനും അജയന്റെ 2ാം മോഷണത്തിലൂടെ ജിതിൻ ലാലും, സിനിമാ മേളകളിൽ പ്രേക്ഷക പ്രശംസ നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായിക പായൽ കപാഡിയും, ഫെമിനിച്ചി ഫാത്തിമ നൽകിയ ഫാസിൽ മുഹമ്മദും മത്സരരംഗത്തുണ്ട്. മികച്ച ജനപ്രിയ ചിത്രത്തിനും വാശിയോടെയുള്ള മത്സരം. ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, മാർക്കോ എന്നീ ചിത്രങ്ങളാണ് പട്ടികയിൽ. ഇന്ന് തൃശൂരിൽ വെച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിക്കും. പലതവണ പ്രഖ്യാപന തീയതി മാറ്റിയെങ്കിലും സസ്പെൻസ് ഒട്ടും ചോരാതെ ഇന്നറിയാം ആ വിധി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരായിരിക്കും ആ വിജയി, ആർക്കായിരിക്കും ആ അവാർഡ് ലഭിക്കുക എന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാ സിനിമാ ആരാധകരും. മികച്ച നടനായി മമ്മൂട്ടി ആയിരിക്കുമോ ആസിഫ് അലി ആയിരിക്കുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. കാരണം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അവരുടെ സിനിമകൾ. രണ്ട് സിനിമകളിലും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു, ആവേശം കൊള്ളിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് സിനിമാ ആരാധകരൊക്കെ. തൃശ്ശൂരിൽ വെച്ചായിരിക്കും അവാർഡുകൾ പ്രഖ്യാപിക്കുക. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, എന്ത് പ്രതീക്ഷിക്കുന്നു? ആർക്കായിരിക്കും അവാർഡ് ഉണ്ടാവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? കുറച്ച് നാളുകളായിട്ടുള്ള ഈ ഒരു പ്രഖ്യാപന തീയതി മാറ്റങ്ങൾ, ഇതെല്ലാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആരാധകരെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു വർഷമായിട്ട് അവരുടെ ഒരു കാത്തിരിപ്പാണ്. ആരാണ് മികച്ച നടൻ, ജനപ്രിയ ചിത്രം ഏതാണ്, മികച്ച സംവിധായകൻ ആരാണ്, മികച്ച നടി ആരാണ്, അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇന്ന് അവസാനിക്കുകയാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. നമുക്കറിയാം, നടൻ പ്രകാശ് രാജ് ആയിരുന്നു ഈ ജൂറിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിന്മേൽ ഒരുപാട് പ്രതീക്ഷകൾ മലയാളികൾക്കും ഉണ്ട്. കൃത്യമായ രീതിയിൽ മലയാളികളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട്. എന്തായാലും അന്തിമ ജൂറിയുടെ പട്ടികയിൽ 35ഓളം സിനിമകളാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് ജനപ്രീതിയും കലാമൂല്യവും ഉള്ള സിനിമകൾ, ഈ 2 വിഭാഗത്തിലുള്ള സിനിമകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജൂറിക്ക് സിനിമ കണ്ടു തീർക്കാനുള്ള സമയം കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനവും നീളാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. എന്നാലും നമ്മൾ ഈ അവാർഡിലേക്ക് വരികയാണെങ്കിൽ മികച്ച നടന്റെ പോരാട്ടം നല്ല ശക്തമായ പോരാട്ടമാണ്. അതിൽ പ്രത്യേകിച്ച് മമ്മൂട്ടിയും ആസിഫ് അലിയും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വിജയരാഘവൻ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയ്ക്ക് തന്നെയാണ് ആസിഫ് അലിയും പ്രധാന കണ്ടന്ററായിട്ട് നിൽക്കുന്നത് ലാസ്റ്റ് റൗണ്ടിൽ. അതോടൊപ്പം തന്നെ ടൊവിനോ തോമസ് അജയന്റെ 2ാം മോഷണം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നിൽക്കുന്നു. ലാലേട്ടൻ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതാണ് മികച്ച നടന്റെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. എന്നാൽ മികച്ച നടിക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. രേഖാചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അനശ്വര രാജനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ, IFFKയിൽ മികച്ച പ്രതികരണം നേടിയ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ, അത് പിന്നീട് റിലീസ് ചെയ്തത് വേഫർ ഫിലിംസ് ആണ്. ദുൽഖറിന്റെ നേതൃത്വത്തിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. അതിൽ പ്രധാന വേഷം കൈകാര്യം ഷംല ഹംസ ഒരു മികച്ച കണ്ടന്ററായിട്ട് നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെയാണ് കനി കുസൃതിയും ദിവ്യപ്രഭയും. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവൽ വരെ പോയി മലയാളികളുടെ യശസ് ഉയർത്തിയ സിനിമയായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിലെ 2 പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത് കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്. ഇരുവരും മികച്ച നടി അതിനുവേണ്ടി മത്സരിക്കുന്നുണ്ട്. മികച്ച സംവിധായകനായിട്ട് നിൽക്കുന്നത് കുറച്ചധികം പേരുകൾ ഉണ്ട്. ചിദംബരം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ അത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ഈ സംവിധായകരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മത്സരം കൂടുതൽ കടുക്കുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അത് കുറച്ചധികം ശക്തമായ മത്സരം തന്നെയാണ് അതിൽ നിൽക്കുന്നത്. പറഞ്ഞ പോലെ ആദ്യം ചിദംബരമുണ്ട്,
ഭ്രമയുഗം, രാഹുൽ സദാശിവന്റെ സിനിമയാണ് ഭ്രമയുഗം. ഇപ്പം DSC ഇറയിലൂടെ നമ്മൾ വീണ്ടും വിസ്മയിച്ച രാഹുൽ സദാശിവൻ അതിന്റെ മത്സരിക്കുന്നുണ്ട്. ജിതിൻ ലാൽ, അജയന്റെ രണ്ടാം പോസ്റ്റർ എന്ന സിനിമയിലൂടെ പുതിയൊരു 3D എക്സ്പീരിയൻസ് മലയാളികൾക്ക് തന്ന ജിതിൻ ലാൽ അതിനകത്തുണ്ട്. പായൽ കപാഡിയ, ഓൾ വി ഇമാജിൻ എസ് റൈറ്റ് എന്ന സിനിമയിലൂടെ തന്നെ പായൽ കപാഡിയ സംവിധായക ഫാസിൽ മുഹമ്മദാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മികച്ച ജനപ്രിയ ചിത്രമായിരിക്കും. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയ ഒരു സിനിമയുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കണ്ടിട്ടിരിക്കുന്ന ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ, അങ്ങനെ ഒരു ഹ്യൂമർ ഒക്കെ കലർന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ സന്തോഷം നിറഞ്ഞൊരു സിനിമയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് മികച്ച ജനപ്രിയ ചിത്രമായിട്ട് മാറുകയും. അങ്ങനെ മാർക്കോ എന്ന സിനിമയും കൂടി അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് വേണം കണക്കാക്കാൻ. 2024 ഏറ്റവും കൂടുതൽ വയലന്റ് സിനിമയായിട്ട് മാറിയത് മാർക്കോ ആണ്. ആ മാർക്കോ എന്ന സിനിമയും മികച്ച ജനപ്രിയ ചിത്രത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിയിൽ നോക്കുമ്പോഴേക്കും വളരെ ശക്തമായ മത്സരം പല വിഭാഗത്തിലും ഉണ്ട്. നമ്മൾ പലപ്പോഴായി ആദ്യം മികച്ച നടനായിട്ട് മമ്മൂട്ടിയും ആസിഫ് അലിയും തമ്മിൽ മാത്രമാണ് മത്സരം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, മത്സരം വീണ്ടും കുറച്ച് സ്ട്രോങ് ആവുന്ന രീതിയിലേക്ക് വിജയരാഘവനും ടൊവിനോ തോമസും ഒക്കെ വരുന്ന രീതിയിലേക്ക് മത്സരം കുറച്ചുകൂടെ ശക്തമായിട്ട് മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഇന്ന് തൃശ്ശൂരിൽ വെച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു ഫൈനൽ സസ്പെൻസ് എല്ലാം കൂടെ പൊളിയുന്നത് കാത്തിരുന്ന് കാണാൻ. ഹരി, ഒന്നിനൊന്ന് മികച്ച നിലയിൽ നിൽക്കുന്ന നടന്മാരും നടിമാരുമാണ്. ഹരിയുടെ ഒരു അഭിപ്രായത്തിൽ ആർക്കായിരിക്കും അവാർഡ് എന്നാണ് ഹരി പ്രതീക്ഷിക്കുന്നത്? സിനിമയെ അത്രയധികം ഫോളോ ചെയ്യുന്ന, അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ ഹരി. മനസ്സിൽ കുറച്ച് പേരുകളുണ്ട്. നമ്മള് സാധാരണ പ്രേക്ഷകരെ പോലെ തന്നെ ഇതിൽ കിട്ടിയാൽ കൊള്ളായിരിക്കും, അതിൽ കിട്ടിയാൽ കൊള്ളായിരിക്കും എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സൂചിപ്പിച്ച ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും ഒന്നിനൊന്നും അർഹരാണ്. അതായത് നമുക്ക് നമ്മൾ ഈ ജൂറിയുടെ അന്തിമ പട്ടികയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും, നമ്മൾ വിലയിരുത്തുമ്പോഴേക്കും ഇവരെല്ലാവരും അർഹരാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കാണ് നറുക്ക് വീഴുക എന്നുള്ളൊരു കാത്തിരിപ്പ് സത്യം പറഞ്ഞാലുണ്ട്. അതിലേക്ക് എങ്ങനെയായിരിക്കും എത്തിച്ചേരാൻ കഴിയുക? മികച്ച നടൻ ആരായിരിക്കും, നടി ആരായിരിക്കും എന്നുള്ള, പ്രത്യേകിച്ച് ഈ സിനിമകളെല്ലാം കണ്ട വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ട വ്യക്തി എന്ന രീതിയിൽ കുറച്ചുകൂടി ഒരു ആകാംക്ഷ ഉള്ളിനുള്ളിലുണ്ട്. ഇവരുടെ എല്ലാം പെർഫോമൻസ് കണ്ട് ഞെട്ടിത്തിരിക്കുകയും ഇവരുടെ എല്ലാം സിനിമകളും സംവിധായകരുടെ മികവ് കാരണം ഒക്കെ ഞെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്ക് കിട്ടിയാലും സന്തോഷം, കാരണം ഫൈനൽ ലിസ്റ്റ് അത്രമാത്രം സന്തോഷം നൽകുന്നതാണ്. ഇവരെല്ലാവരും അർഹരാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു സസ്പെൻസ് പൊളിയും. അത് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.